ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് നാവികസേന സുരക്ഷ ഒരുക്കുകയാണ്. LPG-യുമായി യാത്ര ചെയ്യുന്ന ജഗ് വസന്ത്, പൈൻ ഗ്യാസ് കപ്പലുകൾക്കാണ് നാവികസേന സുരക്ഷ ഒരുക്കിയത്. കപ്പലുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഹോർമൂസ് കടലിടുക്ക് തുറക്കണം, അംഗീകരിക്കാനാകില്ല ഈ അടച്ചിടലെന്ന് അല്പം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ തയ്യാറായിരിക്കണമെന്ന് ഇന്നും പ്രധാനമന്ത്രി രാജ്യത്തെ ജനതയോട് ഒരുപാട് ആഹ്വാനം ചെയ്യുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. സഹകരിക്കണമെന്ന് വിവിധ സംസ്ഥാന സർക്കാരുകളോടും. ഇപ്പോൾ ഈ കടലിടുക്ക് കടന്ന് ഹോർമൂസ് കടന്നു വരുന്ന കപ്പലുകൾക്കായി ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ്? നിലവിൽ കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്നു എന്ന സൂചന ഇന്നലെ മുതൽ തന്നെ നമ്മൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. 2 LPG ടാങ്കറുകളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ജഗ് വസന്ത്, അതോടൊപ്പം തന്നെ പൈൻ ഗ്യാസ് എന്നിങ്ങനെയുള്ള 2 ഇന്ത്യൻ പതാകവാഹക കപ്പലുകളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറി തന്നെ അത് വിശദീകരിക്കുകയുണ്ടായി. രാജേഷ് കുമാർ സിൻഹയുടെ വാക്കുകൾ പ്രകാരം പൈൻ ഗ്യാസ് എന്ന് പറയുന്ന കപ്പലിലുള്ളത് 45,000 മെട്രിക് ടൺ ഗ്യാസ് ആണ്, അതായത് പാചകവാതകമാണ്. അത് മംഗലാപുരം തുറമുഖത്തേക്കാണ് എത്തുക. അത് 26-ാം തീയതി എത്തും. അതിനുശേഷം ജഗ് വസന്ത് എന്ന് പറയുന്ന LPG ടാങ്കറിലുള്ളത് 47,000 മെട്രിക് ടൺ ആണ്. അത് ഗുജറാത്തിലെ കണ്ട്ല തുറമുഖത്തേക്കും ഈ മാസം അവസാനത്തോടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മുടെ നാവികസേന ഈ കടലിൽ കൂടിയുള്ള ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സങ്കൽപ് എന്ന പേരിൽ ഒരു നീക്കം ആരംഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വരുന്ന ഈ 2 കപ്പലുകൾക്കും നാവികസേന സുരക്ഷയൊരുക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ INS കൊൽക്കത്ത നേരത്തെ ആദ്യം വന്ന 2 കപ്പലുകൾക്ക് ഇത്തരത്തിൽ സുരക്ഷയൊരുക്കിയാണ് ഇന്ത്യൻ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോഴും സുരക്ഷ ഒരുക്കി കപ്പലുകളെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായും നാവികസേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സ്ഥിതി പ്രകാരം ഇനി 20 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്ന് സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്താനുള്ളത്. ഇവരെ കൊണ്ടുവരുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 2 കപ്പലുകളിലായി 60 നാവികരാണ്, ഇന്ത്യൻ വംശജരായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ 60 പേരാണുള്ളത്. ഇവർ കൂടി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന ഗൾഫ് മേഖലയിൽ പെട്ടുകിടക്കുന്ന ഇന്ത്യൻ നാവികരുടെ എണ്ണം 540 ആണ്. 20 കപ്പലുകളിലായുള്ള ഈ 540 പേരെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കപ്പലുകൾ കൂടി, ഏകദേശം 2 കപ്പലുകൾ കൂടി വരുന്ന 2 ദിവസത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അക്ഷയ. ശരി വിഷ്ണു, എന്തായാലും കൂടുതൽ കപ്പലുകൾ ഹോർമൂസ് കടന്നെത്തുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.